സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുവാനിടയായി. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെട്ടു, അടുത്ത സ്റ്റോപ്പിൽ നീ ഇറങ്ങണം. അദ്ദേഹത്തിന് അറിയില്ല എന്തിനാന്ന്, പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു താൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. താൻ യാത്ര ചെയ്ത ബസ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ച് താൻ ഇരുന്ന സൈഡ് തകർക്കപ്പെട്ട് തൻ്റെ ആ സൈഡിലിരുന്ന ചിലർ മരണപ്പെടുവാനിടയായി. സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരല്പം റെസ്റ്റ് ചെയ്യാം, എങ്ങോട്ടെങ്കിലും വണ്ടി ഒതുക്കാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എനിക്ക് അനുഭവമായിട്ടുണ്ട്, ഒത്തിരി എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ നാം അത്ര ട്യൂണിങ്ങിൽ നിൽക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ആദ്യം ദൈവാത്മാവ് പറയുകയാ, മോനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യ്, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ നീ വെയിറ്റ് ചെയ്യ്. ഇല്ല കർത്താവേ, എനിക്ക് അവിടെ ചെന്നിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം എന്ന് ചിന്തിച്ചാൽ ആത്മാവ് വീണ്ടും പറയും. പല പ്രാവശ്യം ആകുമ്പോൾ പിന്നെ മിണ്ടത്തില്ല. ഇങ്ങനെ 2-3 ആവർത്തി ആത്മാവ് ഇടപെട്ടിട്ടും ഗൗനിക്കുന്നില്ല എങ്കിൽ പിന്നെ ആത്മാവ് മിണ്ടത്തില്ല. മനസ്സിലാകുന്നോ? ചെറിയതാണോ വലുതാണോ എന്നല്ല, ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കണം. കയ്യെ പിടിപ്പിച്ച് ബലമായിട്ട് ചൂരവടി എടുത്തല്ല പരിശുദ്ധാത്മാവ് അനുസരിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിൽ അവൻ സാധ്യതകൾ, സാഹചര്യങ്ങൾ വെച്ചിട്ടുണ്ട്, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ടുണ്ട്.